എന്ത് വേഗം സമയം പോയെന്നറിയോ? 2 മാസം ഇപ്പൊ കഴിഞ്ഞ്. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് വിസിറ്റ് വിസ എടുത്തിട്ടാ വന്നത്. ആ വിസിറ്റ് വിസ തീർന്നു ഇന്നലത്തോടെ. അത്രയും ഫാസ്റ്റിലാണ് ദുബായിൽ സമയം പോകുന്നത്. ഒരു ദിവസം കടന്നു പോവാൻ യാതൊരു ഡിലേ ഇല്ല. പെട്ടെന്ന് പെട്ടെന്ന് പോകും. അങ്ങനെ 2 മാസം കഴിഞ്ഞ്. എന്റെ വിസിറ്റ് വിസയും തീർന്നു. ജോലിക്കും കേറി. അതിന്റെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഒരു ജോലി കിട്ടി, പഴയ ജോലി പോയി, പുതിയ ജോലിക്ക് അന്വേഷിച്ച് കുറെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അതിൽ കുറെ പാഠങ്ങൾ പഠിച്ചിട്ടാ. അപ്പൊ വെസ്റ്റ് വിസയിൽ വന്നിട്ട് ഒരുപാട് പേര് ജോലി അന്വേഷിക്കുന്നുണ്ട്. പലരും ഈ 2 മാസത്തെ വിസിറ്റിങ് കഴിഞ്ഞിട്ട് വീണ്ടും വിസിറ്റ് വിസ പുതുക്കിയവരുണ്ട്. ഞാൻ അന്ന് കുറെ പേരെ കണ്ടുമുട്ടി മീറ്റ് ചെയ്ത് ഇന്റർവ്യൂക്കൊക്കെ പോകും. അവർക്ക് പലർക്കും ഇപ്പോഴും ജോബ് കിട്ടിയില്ല. പലർക്കും ജോലി കിട്ടിയിട്ട് സാലറി ഒക്കെ വേണ്ടി അടുത്ത ജോലി തപ്പിക്കൊണ്ടിരിക്കുന്നു. പലരും ഒമാനിൽ പോയിട്ട് വിസിറ്റ് വിസ പുതുക്കി വന്നവരുണ്ട്. അപ്പൊ ഈ 2 മാസം ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അങ്ങനൊന്നും വേണ്ട. സമയം പെട്ടെന്ന് പോകും. ഓ, റൂമിലിരിക്കാതെ ഇന്റർവ്യൂസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളാണ്, ചെറിയ സാലറി ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലിയിൽ കയറുക, എക്സ്പീരിയൻസ് ആവുക, അടുത്ത ജോലി നോക്കുക. അതല്ലാതെ അത് റിജക്ട് ചെയ്ത് പോകുമ്പോ അവിടെ വേറൊരാള് കയറും. അപ്പോ കിട്ടുന്ന ചെറിയ സാലറി ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ വേറൊരു പാകല്ല അവിടെ. നമ്മൾ ഉദ്ദേശിച്ച ഹൈ സാലറി കിട്ടണമെന്നില്ല. ഒരു കമ്പനിയും തരാൻ പോണില്ല. അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുന്നുള്ളൂ. അപ്പോ സമയങ്ങൾ പോകും, വിസിറ്റ് വിസ പുതുക്കും, നമ്മളെ കയ്യിലുള്ള കാശ് തീരും, ചെലവിന് നമ്മളെ കയ്യിൽ നിന്ന് കാശ് എടുക്കണം. ഇവിടെ എന്നൊക്കെ പറയുമ്പോ 3000 ഒക്കെ വേണം ഒരു മാസം വിസിറ്റ് വിസ ഒക്കെ പുതുക്കി നിൽക്കണമെങ്കിൽ. അപ്പൊ ചിന്തിക്കണം. മാക്സിമം ഇന്റർവ്യൂ, ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഇന്റർവ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുക.